നമസ്കാരം, സെബാസ്റ്റ്യനാണ്. ഇലക്ട്രിക് വാഹന വിപണിയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സജീവമായതും ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇലക്ട്രിക് ബസ്സും ഡീസൽ ബസ്സും തമ്മിലുള്ള കമ്പാരിസൺ. നമുക്കറിയാം KSRTCക്ക് ഇലക്ട്രിക് ബസ്സും ഉണ്ട്, ഡീസൽ ബസ്സും ഉണ്ട്. ഇത് തമ്മിലുള്ള ഓണർഷിപ്പിലും റണ്ണിംഗ് കോസ്റ്റിലും മെയിൻ്റനൻസിലും വരുന്ന വ്യത്യാസം മനസ്സിലാക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുന്നതിനും എത്രത്തോളം നമുക്ക് ഇലക്ട്രിക് ബസ്സുകൾ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനും പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം രണ്ട് വാഹനങ്ങൾ ഒരേ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വാഹനങ്ങളാണ് നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സാധാരണഗതിയിൽ KSRTCക്ക് 113 വാഹനങ്ങളാണ്, ഇലക്ട്രിക് ബസ്സുകളാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നത്. ഇതിൽ 2 മോഡൽ വാഹനങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് PMI ഇലക്ട്രോ മൊബിലിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റിജിയോ എന്ന് പറഞ്ഞ മോഡൽ. അതേപോലെ തന്നെ രണ്ടാമത് വന്നത് ഐഷർ എന്ന് പറയുന്ന കമ്പനിയുടെ മോഡൽ. ഇതിൽ ആദ്യം വന്ന റിജിയോ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിവിടെ കമ്പാരിസന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 151 kWh ബാറ്ററി കപ്പാസിറ്റി ഉള്ള വാഹനമാണത്. 30 സീറ്റാണ്, 30+1 30 സീറ്റും ഒരു ഡ്രൈവറും വരുന്ന കോൺഫിഗറേഷനാണ്. ദ സെയിം കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരു ഡീസൽ വാഹനം കൂടെ നമ്മൾ കമ്പാരിസന് വേണ്ടി എടുക്കുകയാണ്. സാധാരണ അതിലൊരു ഡീസൽ ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് 100 ലിറ്റർ ഡീസൽ കൊള്ളുന്ന ടാങ്ക് ആയിരിക്കും അതിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ എന്ന് പറയുമ്പോൾ 100 ലിറ്റർ ഡീസൽ ഇന്നത്തെ 99 രൂപ ഒരു ആവറേജ് കണക്കെടുത്താൽ 99 രൂപ വെച്ച് ഫുൾ ടാങ്ക് അടിക്കുന്നതിന് ഏകദേശം 9,900 രൂപ ഫ്യുവൽ ഇനത്തിൽ ഡീസലിന് ചിലവാകും. അതേപോലെ തന്നെ 151 kWh ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് ഏകദേശം 1,500 രൂപ, അതായത് യൂണിറ്റിന് ഒരു 10 രൂപ നിരക്കിൽ കണക്കാക്കിയ 1,500 രൂപ ചിലവ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റേറ്റ് കമ്പാരിസൺ, അതായത് എനർജി സ്റ്റോറേജിലുള്ള വ്യത്യാസവും റേറ്റിലുള്ള വ്യത്യാസവും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഡീസൽ ബസ്സും ഇലക്ട്രിക് ബസ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, കിലോമീറ്ററിൽ വരുന്ന ചിലവ്, അതായത് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചിലവ്. 2, അതിൻ്റെ എനർജി സ്റ്റോറേജ് കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം. ഡീസൽ ബസ്സിനെ സംബന്ധിച്ച് 100 ലിറ്ററൊക്കെ കപ്പാസിറ്റിയുള്ള ടാങ്കുകളായിരിക്കും സാധാരണഗതിയിൽ വരിക. അപ്പോൾ 100 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഫ്യൂൽ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇന്നത്തെ ഡീസലിൻ്റെ റേറ്റ് ഒരു 99 രൂപയെന്ന് കണക്കാക്കിയാൽ 9,900 രൂപയാണ് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ വേണ്ടി ചിലവ് വരിക. സാധാരണ ഇതിലൊരു ഡീസൽ ബസ് നോർമൽ യാത്രാ കണ്ടീഷൻസിൽ 4 കിലോമീറ്ററാണ് ശരാശരി മൈലേജ് തരിക. അങ്ങനെ നോക്കുമ്പോൾ 1 ലിറ്റർ ഡീസലിൽ 4 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ ശരാശരി 1 കിലോമീറ്ററിൻ്റെ ചിലവ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് 24 രൂപ 75 പൈസയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡീസൽ ബസ്, സർവീസ് നടത്തുന്ന ഡീസൽ ബസ് ഏകദേശം ഒരു ദിവസം 150 കിലോമീറ്റർ യാത്ര ചെയ്യുമെങ്കിൽ പ്രതിദിനം ഏകദേശം 3,712 രൂപ അടുത്ത് ചിലവ് വരും 150 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ദിവസത്തെ കാര്യമാണ്. ഒരു ദിവസം ഒരു 150 കിലോമീറ്റർ വെച്ച് ഓടുന്നൊരു ബസ് ആ നിരക്കിൽ ഒരു മാസം ഓടുമ്പോൾ ഏകദേശം 4,500 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ 4,500 കിലോമീറ്റർ കവർ ചെയ്യുന്ന ഒരു ബസ് 24 രൂപ 75 പൈസ പെർ കിലോമീറ്റർ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം ചിലവ് വരുന്നത്, ഒരു മാസം ഓടാൻ വേണ്ടി ചിലവ് വരുന്നത് 1,11,375 ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അത്രയാണ് ഒരു മാസത്തെ 4,500 കിലോമീറ്റർ കവർ ചെയ്യുന്നതിന് ഡീസൽ ബസ്സിന് വരുന്ന ചിലവ്. നമ്മൾ മെയിൻ്റനൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല, ഫ്യൂവൽ എക്സ്പെൻസ് മാത്രമാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഒരു 5 വർഷം ഓടുന്നെന്ന് വിചാരിക്കുക. അതായത് ഒരു മാസം 4,500 കിലോമീറ്റർ കവർ ചെയ്തു. ഒരു വർഷമാകുമ്പോൾ 54,000 കിലോമീറ്റർ. 5 വർഷമാകുമ്പോൾ അത് ഏകദേശം 2,70,000 കിലോമീറ്ററാവും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ ഓരോ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുമ്പോഴും വരുന്ന റേറ്റിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് ആ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. 5 വർഷത്തെ കണക്കിലെടുത്താൽ 2,70,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഫ്യൂവൽ ചാർജ് ഇനത്തിൽ മാത്രം ഡീസൽ വാഹനത്തിന് ഏകദേശം 66,82,500 രൂപ ചിലവ് വന്നിട്ടുണ്ടാവും. നമ്മൾ മറ്റൊരു ചിലവും കണക്കാക്കിയിട്ടില്ല, ഫ്യൂവൽ എക്സ്പെൻസ് മാത്രമാണ് ഈ പറയുന്നത്. ഇതേ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ എടുത്ത KSRTCയുടെ തന്നെ PMI സീരീസിലുള്ള റിജിയോ ഇലക്ട്രിക് ബസ്സാണ് ഓടുന്നെങ്കിൽ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും റേഞ്ചും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ടേബിളിൽ വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. ചാർജ് ചെയ്യാനെടുക്കുന്ന എനർജി കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ചാർജ് 10 രൂപയെന്ന് കണക്കാക്കാം. 10 രൂപ സാധാരണത്തിൽ KSRTCക്ക് വരാനുള്ള സാധ്യതയില്ല, എങ്കിൽ കൂടി പരമാവധി തുകയായിട്ടുള്ള 10 രൂപ നമ്മൾ കണക്കാക്കണം.
ഒരുപക്ഷെ ചിലപ്പോൾ 7 രൂപ 50 പൈസയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് 10 രൂപ എന്ന് തന്നെ കണക്കാക്കാം. 10 രൂപ എന്ന് കണക്കാക്കിയാൽ 151 kWh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം നമുക്ക് ഒരു 1500 രൂപ ചിലവ് വന്നു വിചാരിക്കാം. വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 1500 രൂപ ചിലവ് വന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പെർ കിലോമീറ്റർ എക്സ്പെൻസ് 150 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട് ആ വാഹനത്തിന്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ 151 kWh ആണ് ബാറ്ററി കപ്പാസിറ്റി എങ്കിലും വാഹനം ഓടിച്ചും നിർത്തിയും അതായത് ഓരോ സ്ഥലത്തെയും ബസ് സ്റ്റോപ്പുകൾ നിർത്തി വാഹനം വീണ്ടും എടുക്കുന്ന സമയത്ത് റീജനറേഷൻ ആക്റ്റീവ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എനർജി റീചാർജിങ് നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ 151 kWh ബാറ്ററിയിൽ ഏകദേശം 150 കിലോമീറ്റർ ഓടാൻ കഴിയുമെന്നാണ് ആ ബസ്സിൻ്റെ കോൺഫിഗറേഷനൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. റിയൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ 150 കിലോമീറ്റർ റേഞ്ച് കവർ ചെയ്യാൻ പറ്റുന്ന 151 kWh ബാറ്ററി കപ്പാസിറ്റിയുള്ള KSRTCയുടെ ഈ റിജിയോ ബസ് കൺസിഡറേഷനിലെടുത്താൽ ശരാശരി 1 കിലോമീറ്ററിന് 10 രൂപയാണ് ചാർജ് വരുന്നത്, അതായത് ചിലവ് വരുന്നത്. ഡീസൽ ബസ്സിൽ അത് 24.75 ആയിരുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു മാസം ഏകദേശം 4500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് 4500 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ആ വാഹനത്തിന് ഏകദേശം ഫ്യൂവൽ ഇനത്തിൽ വരുന്ന ചിലവ് 45,000 രൂപയാണ്. ഡീസൽ ബസ്സിൻ്റെ കേസിൽ അത് 1,11,375 എന്ന് പറഞ്ഞ വലിയൊരു തുകയായിരുന്നു. ഇവിടെ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇനി ഇത് ഒരു മാസത്തെയാണ്. ഒരു വർഷത്തെ ഇലക്ട്രിക് ബസ്സിൻ്റെ എനർജി കോസ്റ്റ് നമ്മളൊന്ന് കണക്കാക്കാം. ഒരു വർഷം കൊണ്ട് നമ്മൾ ഡീസൽ ബസ് ഓടിയതുപോലെ തന്നെ ഏകദേശം 54,000 കിലോമീറ്റർ തന്നെ ഓടുന്നെന്ന് കണക്കാക്കുക. ഈ 54,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഏകദേശം 5,40,000 രൂപയാണ് എനർജി കോസ്റ്റ് ഇനത്തിൽ, അതായത് ഇലക്ട്രിക് എനർജി റീചാർജിങ് കോസ്റ്റ് ഇനത്തിൽ ഇലക്ട്രിക് ബസ്സിനാവുന്നത്. ഇതേ സാഹചര്യത്തിൽ 54,000 കിലോമീറ്റർ ഓടുന്ന ഡീസൽ ബസ്സിൻ്റെ ചിലവ് ഏകദേശം 13 ലക്ഷം രൂപയിലും മേലെയായിരുന്നു. ഇനി ഇതിങ്ങനെ ഇലക്ട്രിക് ബസ്സിന് ഒരു വർഷം ഓടുന്നതിന് 5,40,000 രൂപ എനർജി കോസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തെ കോസ്റ്റ് എടുക്കാം. 5 വർഷം കൊണ്ട് 2,70,000 കിലോമീറ്റർ ഈ ഇലക്ട്രിക് ബസ് ഓടി കഴിയുമ്പോഴേക്കും ഇലക്ട്രിക് എനർജി റീചാർജ് ചെയ്യാൻ വേണ്ടി വന്ന ആ ഇനത്തിലെ ചിലവ് ഏകദേശം 27 ലക്ഷം രൂപയായിരിക്കും. അതായത് എനർജി കോസ്റ്റ് നമ്മൾ ഒരു കിലോമീറ്ററിൻ്റെ എക്സ്പെൻസ് 10 രൂപയെന്ന് കണക്കാക്കിയത് കൊണ്ടാണ് 27 ലക്ഷം രൂപ 5 വർഷത്തെ ഓട്ടത്തിനായിട്ട് ഏകദേശം 2,70,000 കിലോമീറ്റർ ഓടുന്നതിനിടയിൽ ആ വാഹനത്തിന് ചിലവ് വന്നു. ഇനി ഇതേ 2,70,000 കിലോമീറ്റർ ഓടാനായിട്ട് ഡീസൽ ബസ് ചിലവാക്കേണ്ടി വന്ന ഫ്യൂവൽ ഇനത്തിലെ ചിലവ് 66,82,500 രൂപയാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ഏകദേശം, അതായത് 5 വർഷത്തെ ഈ പറഞ്ഞ 2,70,000 കിലോമീറ്റർ ഓടുന്നതിനിടയിലുള്ള എനർജി കോസ്റ്റിനത്തിലുള്ള ഡിഫറൻസ് തന്നെ ഏകദേശം 39,82,500 രൂപ വരും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനർജി കോസ്റ്റ് നമ്മൾ കണക്കാക്കിയത് ഒരു കിലോമീറ്ററിന് 10 രൂപ എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7 രൂപ 50 പൈസ നിരക്കിലെങ്കിലും KSRTCക്ക് എനർജി കോസ്റ്റ് ചുരുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ ഫിഗർ വീണ്ടും മാറും. ഒരു യൂണിറ്റിന് 7 രൂപ 50 പൈസ എന്ന നിരക്കിലാണ് KSRTCക്ക് എനർജി കോസ്റ്റ് വരുന്നെങ്കിൽ 5 വർഷം കൊണ്ട് 2,70,000 കിലോമീറ്റർ വാഹനം ഓടിക്കുന്നതിന് ഏകദേശം 20,25,000 രൂപയെ വരുള്ളൂ. അതായത് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 46 ലക്ഷത്തിൻ്റെ വ്യത്യാസം വരും ഡീസൽ വാഹനവും ഇലക്ട്രിക് ബസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി 5 വർഷം ശരാശരി ഒരു വാഹനം, ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന സമയത്ത് 5 വർഷം താരതമ്യേന കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്യും. അതിനുശേഷം മെയിൻ്റനൻസ്, ബാറ്ററി ഉൾപ്പെടെയുള്ള മേജർ മെയിൻ്റനൻസ് വരുമെന്ന് കണക്കാക്കുക. അങ്ങനെ മെയിൻ്റനൻസ് വരുമെന്ന് കണക്കാക്കിയാലും ഈ എനർജി കോസ്റ്റിലുള്ള ഡിഫറൻസ് തന്നെയുണ്ട് അത്തരം മെയിൻ്റനൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു വ്യത്യാസം. അപ്പം ഈ ടേബിൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഡീസൽ ബസ്സിനെ അപേക്ഷിച്ച് 5 വർഷത്തെ കാലയളവ് പരിഗണിക്കുകയാണെങ്കിൽ തന്നെ വലിയ നഷ്ടം എന്ന് പറയുന്ന ഒരു ടേം അവിടെ വരുന്നില്ല. 5 വർഷം കഴിഞ്ഞാലും വാഹനത്തിന് ഒരു മിനിമം വില ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
5 വർഷത്തിനിടയിൽ ബാറ്ററി കോസ്റ്റ് ഇപ്പോൾ ഉള്ള ബാറ്ററി കോസ്റ്റിനേക്കാൾ കൂടാനുള്ള ഒരു സാഹചര്യമില്ല, കുറയാനുള്ള സാഹചര്യമേ ഉള്ളൂ. ശരാശരി ഒരു 151 kWh ബാറ്ററി ഉള്ള ഒരു ബസ്സിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ചിലവ് ഏകദേശം ഒരു 25-27 ലക്ഷം രൂപയൊക്കെ വരാനേ സാധ്യതയുള്ളൂ. ഇനി പോട്ടെ, പരമാവധി 30 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ പോലും ഈ എനർജി കോസ്റ്റിൽ വരുന്ന ഡിഫറൻസിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വസ്തുത. കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായി മനസ്സിലാവുന്നതിന് നിങ്ങൾ മേളിൽ കൊടുത്തിട്ടുള്ള ടേബിൾ ഒന്ന് പരിശോധിക്കുക. പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. KSRTCയിൽ ആണെങ്കിലും ഇനി മറ്റ് മേഖലകളിലാണെങ്കിലും ഡീസൽ ബസ്സും ഇലക്ട്രിക് ബസ്സും തമ്മിൽ ഒരു 30 സീറ്റിൻ്റെ ബസ് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾക്ക് മനസ്സിലായ കാര്യം, ഇത് തമ്മിൽ ഒരു 5 വർഷമോ അതിന് മുകളിലോ ഉപയോഗിക്കുന്ന രീതിയിൽ കണക്കാക്കിയാൽ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ചിലവുകൾ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ടെയിൽ എൻഡ് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ ആണല്ലോ സാധാരണ ഗതിയിൽ ഡീസൽ ഇൻറ്റേർണൽ കമ്പൾഷൻ എൻജിൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സോസ്റ്റിലൂടെ പുറത്തേക്ക് ബഹിർഗമിക്കുന്ന വാതകങ്ങൾ അന്തരീക്ഷ മലിനീകരണവും ശ്വാസതടസ്സവും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് അതിനെ നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ടെയിൽ എൻഡ് പൊല്യൂഷൻ 0 ആണ് എന്നതാണ് ഒന്നാമത്തെ നേട്ടം ഇലക്ട്രിക് ബസ് ഉപയോഗിക്കുന്നതുകൊണ്ട്. രണ്ടാമത്തത് നോയ്സ് പൊല്യൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മൂവ്മെൻറ്റ് എന്ന് കണ്ടുകൊണ്ട് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ബസ് വന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒന്നാകെ നമ്മൾ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഇല്ലയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയമുള്ളതുപോലെ എനിക്കും സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി 50 ബസ്സുകൾ KSRTCക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം വേണം. വാറണ്ടി പീരീഡിലുള്ള മെയിൻ്റനൻസും AMC കണ്ടീഷൻ പ്രകാരമുള്ള മെയിൻ്റനൻസും ഒക്കെ ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ എഫക്റ്റീവായിട്ടുള്ള ഒരു AMC സംവിധാനം അറ്റ്ലീസ്റ്റ് ഒരു 7 വർഷം വരെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 7 വർഷം വരെ കാര്യമായ പൈസയൊന്നും അങ്ങോട്ട് കൊടുക്കാതെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസും റോഡിൽ ഓടും എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ കഴിയുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഡീസൽ വാഹനത്തെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനം വൻ ലാഭമായിരിക്കും. എല്ലാം കൊണ്ടും പൊല്യൂഷൻ മാത്രമല്ല, എനർജി കോസ്റ്റ് ഇനത്തിലും വണ്ടി പരിപാലിക്കുന്നതിനുള്ള ചെലവ് ഇനത്തിലും ഒക്കെ ലാഭമായിരിക്കും. അപ്പോൾ ഒരു 7 വർഷം കണക്കാക്കിയിട്ട് ഈ വാഹനത്തിൻ്റെ വില വിവരങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ മെയിൻ്റനൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഡോക്യുമെൻറ്റേഷനോടുകൂടി അത് ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പർച്ചേസ് ആണെങ്കിൽ ഒരു രീതിയിലും ഡീസൽ വാഹനത്തെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനം നഷ്ടം എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ആ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് നമ്മളുടെ മെസ്സേജ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇമെയിലോ ഒക്കെ ആയിട്ട് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിൽ ഈ ഡീസൽ വാഹനവും ഇലക്ട്രിക് ബസ്സും തമ്മിലുള്ള കമ്പാരിസൺ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്തത്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടാം, അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.